SJ Sheets and Pipes, Koy Bazaar, Kumbalangi. 9061 302 555 9061 373 555. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇപ്പോൾ ചേർത്തല ചെങ്ങണ്ടയിലും. ST ക്വാളിറ്റി സ്റ്റീൽസ്, ചെങ്ങണ്ട റോഡ്, വാരനാട് PO, ചേർത്തല, ആലപ്പുഴ. ഓരുവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. ഓരുവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. ഇടക്കൊച്ചിയുടെ ശബ്ദം നമ്മളിലൂടെ എന്ന പ്രമേയത്തിലാണ് പ്രതിഷേധ സായാഹ്നം നടന്നത്. ഇടക്കൊച്ചി അക്കിരാസ് കോളേജ് പരിസരത്താണ് പ്രതിഷേധ സായാഹ്നം നടന്നത്. പ്രതിഷേധ സായാഹ്നത്തിൽ ഇടക്കൊച്ചി ജനകീയ സമിതി ചെയർമാൻ മാനുവൽ നിക്സൺ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ VV ശിവപ്രസാദ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ഓരുവെള്ളം കയറി വീട് ഉപേക്ഷിക്കേണ്ടി വന്ന കുടുംബനാഥയായ TA ഫിലോമിന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഒരു 10-12 വർഷത്തിലേറെ ഞങ്ങൾ യാതൊരു ഇതുമില്ലാതെ താമസിച്ച്. അപ്പോൾ വെള്ളം കയറുമായിരുന്നു. വീട്ടിനകത്തല്ല, റോഡ് കൂടി വെള്ളം പുറത്തേക്ക് പോകുമായിരുന്നു. അത് കയറും, ഇറങ്ങി അങ്ങോട്ട് പോകും. പിന്നെ ഒരു 14 വർഷത്തിന് ശേഷം എൻ്റെ മോൾക്ക് ഒരു രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച്. അവനിപ്പോൾ 6 വയസ്സ് കഴിഞ്ഞ്. ഈ 6 കൊല്ലത്തിലേറെ വീടിനകത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൊത്തം വീടും നിരപ്പായി, ഭൂമിക്കടിയിലായി. അങ്ങനെ വെള്ളം കയറി അടുക്കളത്തൂടി കയറി മലിനമായ വെള്ളം, കൃമികളും പുഴുകളും ഭയങ്കര പ്രശ്നമായിട്ടുള്ള എല്ലാ വെള്ളമാണ്, അഴുക്ക് വെള്ളമാണ് വീടിനകത്തേക്ക് കയറി വരുന്നത്. എന്തോരം വിഷമമുണ്ട് എനിക്ക്. ആ വിഷമഘട്ടത്തിലൂടെ ഞാൻ എൻ്റെ മരുമകനൊരു വീട് വെച്ച് അവർ എന്നെ കൂട്ടിക്കൊണ്ട് പോയിരിക്കണേ. നമുക്ക് എന്നുവരെയും എത്തും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ജനിച്ചു വളർന്ന നാട് വിട്ടു പോകാൻ ഒരമ്മച്ചിമാരും ആരും സഹിക്കില്ല. എനിക്ക് 70 വയസ്സാകാൻ പോകണം. 69 വയസ്സിലേക്ക് ഞാൻ കടന്നു. ഞങ്ങൾ വെളുപ്പിനുമില്ല രാത്രിയുമില്ലാതെ വെള്ളം കോരി പറ്റിച്ച് രണ്ടാമതും വരും. അങ്ങനെ 6 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വീട് ഉപ്പമെല്ലാം തിന്നു ആകെ നാശമായി. ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നതിന് എന്ത് ചെയ്യും? ഒരു 5 ലക്ഷം രൂപ മറ്റ ചില്ലറയിട്ടും മൊത്തമായിട്ട് ഞങ്ങൾ വീടിന് വേണ്ടി ഞങ്ങൾ ചിലവാക്കിയിട്ടുണ്ട്. അതെല്ലാം വെള്ളത്തിലായി. ഇന്ന് എൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ ചങ്കുമുട്ടി കരയാൻ തോന്നും. കൗൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ, ജീജ ടെൻസൻ, ചെല്ലാനം കൊച്ചി ജനകീയ വേദി ഭാരവാഹി അഡ്വക്കേറ്റ് തുഷാർ നിർമ്മൽ, KPMS സെക്രട്ടറി PK സന്തോഷ് കുമാർ, SNDP യോഗം ശാഖാ പ്രതിനിധി EK കനകൻ, KLCA ഇടക്കൊച്ചി പ്രസിഡന്റ് KA ജേക്കബ്, ഇടക്കൊച്ചി ജനകീയ സമിതി ട്രഷറർ നിതീഷ് NP, വൈസ് ചെയർമാൻ ഷെയ്നി ജൂബിൻ, ജോയിന്റ് കൺവീനർ രാഗി ഹനോഷ്, ജോയിന്റ് കൺവീനർ പ്രദീപ് CK, വൈസ് ചെയർമാൻ വിജി സേവ്യർ, വൈസ് ചെയർമാൻ വിനു വർഗീസ്, ജോയിന്റ് കൺവീനർ അനീഷ് P അരവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ നാട് അരക്ഷിതാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ നാടിനെ സുരക്ഷിതമായി ഈ നാടിനെ സംരക്ഷിക്കാൻ ആർക്ക് സാധിക്കും? ഞങ്ങൾ MLA യുടെ അടുത്ത് പോയി, ഞങ്ങൾ മേയറുടെ അടുത്ത് പോയി, ഞങ്ങൾ MP യുടെ അടുത്ത് പോയി, ഞങ്ങൾ നാട്ടിലുള്ള എല്ലാ ജനപ്രതിനിധികളുടെ അടുത്ത് പോയി. ഒരു ജനപ്രതിനിധിയും ഞങ്ങൾക്കൊപ്പം നിന്നില്ല. ഞങ്ങളെ കണ്ടതായി നടിച്ചില്ല. നമ്മളെ കണ്ടതായി നടിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഈ ഭരണകർത്താക്കൾ 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഓച്ചാനിച്ചു വരും. നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് നമ്മളോട് ആവശ്യപ്പെടും, എനിക്കൊരു വോട്ട് ചെയ്യണമെന്ന്. ചോദിക്കാൻ തയ്യാറാവണം നിങ്ങൾ. ഞങ്ങളുടെ നാട് നശിക്കുമ്പോ നിങ്ങൾ അവിടെ 12 കോടിക്ക് ഫിഷ് ഫാം കെട്ടി, നിങ്ങൾ 18 കോടിക്ക് STP നിർമ്മിച്ചു. എന്തുകൊണ്ട് ഒരു 12 കോടി എടുത്തുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങളുടെ കുടുംബത്തിലെ ഒലിച്ചിറങ്ങുന്ന മലിനജലത്തെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കുടിക്കുന്ന മലിനജലത്ത് മൂലം മൺസൂൺ നാളുകളിൽ കടൽ വെള്ളം കരയിലേക്ക് അടിച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന ആപത്തുകൾ നമ്മൾ ഇന്നുവരെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. വന്യജീവികളുടെ ആക്രമണം മൂലമുള്ള മരണം നമ്മൾക്ക് ഭീഷണിയല്ല. എന്നാൽ ഇന്നിപ്പോൾ നമ്മളെ പതുക്കെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കായലിൽ നിന്നും വെള്ളം കരയിലേക്ക് കയറി വരുന്നത്. ഇത് വർഷങ്ങളായുള്ള ഒരു പ്രതിഭാസമാണെന്ന് എല്ലാവരും വളരെ ലാഘവത്തോടെ പറയുന്നു. വൃശ്ചികപ്പൊക്കം എന്ന് പറയുന്നതിന് പുതിയ തലമുറയും കൂടി ചേർന്നുകൊണ്ടാണ് ഈ ജനകീയ സമിതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. ഈ ജനകീയ സമിതി അധികാരികളുടെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇന്ന് നടക്കുന്ന പ്രതിഷേധ സായാഹ്നത്തിൽ
ന്യൂസ് ബ്യൂറോ ഇടക്കൊച്ചി.